ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ പ്രത്യാക്രമണം തുടങ്ങിയെന്ന വാർത്ത വരികയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ലോകത്തെ രണ്ട് ആണവ ശക്തികൾ നമ്മൾ ഏറ്റുമുട്ടുന്നത് ലോക സമാധാനത്തെ തന്നെ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറാൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെയും തലവന്മാരെയും ഒക്കെ കൊലപ്പെടുത്തുവാനും ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തുവാനും ഒക്കെ ഇസ്രയേലിന് കഴിഞ്ഞെങ്കിലും ഇറാൻ ശക്തിയുള്ള ആണവ രാജ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്ക് മൂർച്ചയുണ്ടാകും എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകളിന് പ്രതീക്ഷിക്കാം. ടെല്ലവീവിലെ വിവിധ ഇടങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 40-ലേറെ പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളും വരുന്നു. ആക്രമണത്തിൽ ഇറാന്റെ മത നേതൃത്വം കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ടെഹ്റാനിലെ വിമാനത്താവളത്തിലും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന വാർത്ത. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് ചേരും. അല്പസമയത്തിനകം അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരും. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന് അറിയാമായിരുന്നു ഈ പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിൻബലം ഉണ്ട്. അമേരിക്കയിലെ ചില വാർത്താ ഏജൻസികൾക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേലിൻ്റെ പ്രകടനം നന്നായി എന്ന രീതിയിൽ പ്രശംസാ വചനങ്ങളും അദ്ദേഹം ചൊരിയുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ മൗന അനുവാദം ഈ ആക്രമണത്തിനുണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് തത്സമയം ചേരുകയാണ്. ജെയിംസ്, ലോകത്തെ മുഴുവൻ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം പശ്ചിമേഷ്യ രൂപം കൊള്ളുകയാണ്. ഇറാൻ തിരിച്ചടിയുമായി ഇറങ്ങിയതോടെ തീർച്ചയായിട്ടും അടുത്ത മണിക്കൂറുകളിൽ യുദ്ധത്തിൻ്റെ കാകളം പശ്ചിമേഷ്യയിൽ പടരും. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ്. എസ് കെ എൻ, രാവിലെ തന്നെ യുദ്ധത്തിൻ്റെ വാർത്ത പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധം എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ അപ്രഖ്യാപിത യുദ്ധമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ സൈനിക തലവന്മാരെ വധിച്ചതും ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതും ഒക്കെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനി ഇന്നലെ രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ ഇസ്രായേലിൽ നരകം സൃഷ്ടിക്കുമെന്നാണ്. ആ തരത്തിലുള്ള ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇതേ രീതിയിൽ തന്നെ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇറാന് വരുന്നത്. അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ്റെ തിരിച്ചടി തുടങ്ങിയത്. ഇറാൻ 100 ഡ്രോണുകൾ അടിച്ചാണ് ആദ്യം അതിന് തിരിച്ചടി ആരംഭിച്ചത്. പിന്നീട് മിസൈലുകൾ ഏതാണ്ട് 100-ലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു. ഇത്തവണ എസ്കെൻ ഒരു വ്യത്യാസമുള്ളത്, കഴിഞ്ഞ ഏപ്രിൽ 2024 300 റോക്കറ്റുകൾ അയച്ചിരുന്നു. അതിൽ 120 ബാലിസ്റ്റിക് മിസൈലുകളും 170 ഡ്രോണുകളുമായിരുന്നു. അന്ന് ഏതാണ്ട് 99% അല്ലെങ്കിൽ 99% ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ തടഞ്ഞിട്ടു. പക്ഷെ ഇത്തവണ അത്ര വിജയിച്ചില്ല. പല സ്ഥലത്തും ടെല്ലവീവിൽ പല പ്രദേശങ്ങളിൽ അത് പതിച്ചു, തീഗോളങ്ങളുണ്ടായി. 60ഓളം പേർക്ക് ഇസ്രായേലികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. ഒരാൾ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്ത വരുന്ന. അപ്പോൾ അയൺ ഡോമുകൾക്ക് ഇത്തവണ വേണ്ടത്ര എഫക്റ്റീവ് ആവാൻ പറ്റിയില്ല. ഒരുപക്ഷെ ഇറാൻ പ്രയോഗിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ അല്പം ശക്തിയേറിയതായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇസ്രായേൽ വീണ്ടും തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. ഫോർദോ എന്ന ഇറാൻ്റെ രണ്ടാമത്തെ പ്രമുഖമായിട്ടുള്ള ആണവ കേന്ദ്രം ഇസ്രായേൽ തകർത്തു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. ആണവ കേന്ദ്രം തകർത്തു എന്ന് മാത്രമല്ല, ഏതാണ്ട് 70ഓളം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇരു കൂട്ടരും ഒരു യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും അടി തിരിച്ചടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എസ് കെ, ഇതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം, ഈ ഇസ്രായേലിൻ്റെ സൈന്യം വളരെ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഇതായിട്ടുള്ളത് മൊസാദ്, ഇസ്രായേലിൻ്റെ വളരെ ടെററായിട്ടുള്ള മൊസാദ് ഇറാൻ്റെ ഉള്ളിൽ കയറി ഈ യുക്രൈൻ ചെയ്തതുപോലെ ഈ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളുടെയൊക്കെ അടുത്ത് അവർ ഡ്രോണുകൾ സ്മഗിൾ ചെയ്ത് കടത്തിയിട്ട് അവിടെ സ്ഥാപിച്ചിരുന്നു. അവിടെ നിന്നാണ് ആദ്യത്തെ അടി തുടങ്ങിയത്. അതുപോലെ തന്നെ സൈനിക തലവന്മാർ താമസിച്ചിരുന്ന ഫ്ലാറ്റുകൾ കൃത്യമായി കണ്ടെത്തി അവരെവിടെ താമസിക്കുന്നുവെന്ന് മനസ്സിലാക്കി. മൊസാദ് അവിടുത്തെ ഇറാനിയൻ ചാരന്മാർ വഴി ഓപ്പറേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു അടിയാണ് നടത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇറാന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അടിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. 200 യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് പല ദിശകളിലേക്ക് പായുന്നു. ഡ്രോണുകൾ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു പൊങ്ങുന്നു. ഇറാൻ്റെ നട്ടെല്ലൊടിക്കുന്ന തരത്തിലാണ്. ഇറാൻ ലോകത്തിലെ തന്നെ വലിയ സൈനിക ശക്തിയാണ്. ഇറാൻ അങ്ങനെ തോറ്റുകൊടുക്കത്തില്ല. പക്ഷേ ഇറാൻ അത്ര വലിയ ഒരു ഇതുണ്ടായിരിക്കുന്നു. ഇപ്പോൾ പുതുതായിട്ട് വന്ന സൈനിക തലവൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കും, പണിഷ് ചെയ്യും,
അവർക്കൊരു തരത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത, പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് പിന്തുണയായിട്ട് ഇപ്പോൾ SKN പറഞ്ഞ പോലെ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇത് പഠിക്കുന്നത് ചൊല്ലി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ട്രംപ് തന്നെ പറഞ്ഞു ഒരു കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ്, ഒരു തരത്തിലും ഇറാനിൽ ആക്രമണം നടത്തരുത് എന്ന് പറഞ്ഞെങ്കിലും യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ കൈവിടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ട്രംപ് നമ്മൾ തന്നെ പറഞ്ഞതാണ് അമേരിക്ക പ്രത്യേകിച്ച് ഇറാഖിൽ നിന്ന് എല്ലാവരെയും തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുകയും അമേരിക്കക്കാരായിട്ടുള്ള പൗരന്മാർ മുഴുവൻ യുദ്ധം അല്ലെങ്കിൽ ഒരുപക്ഷെ ആക്രമണം നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ തിരിച്ചു പോവുകയും ചെയ്ത അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യുദ്ധമുണ്ടാവുമെന്ന് പറഞ്ഞത്. യുദ്ധമുണ്ടായെന്ന് മാത്രമല്ല, ഇത് കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലേക്ക് പോകാൻ പോവുകയാണ് SKN. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രമുഖരുമായി സംസാരിച്ചു. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ അടക്കമുള്ള പ്രമുഖരുമായിട്ട് സംസാരിച്ചു എന്നാണ് അറിയുന്നത്. ജോർദാൻ്റെ രാജാവ്, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചു. പ്രത്യേകിച്ച് സൗദി അറേബ്യ ഇറാനെതിരെ നിൽക്കുന്ന രാജ്യമാണ്. ഒരുപക്ഷെ ആണവ ശക്തിയായി ഇറാൻ വന്നാൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് ഇസ്രായേൽ കഴിഞ്ഞാൽ സൗദി അറേബ്യയാണ്. അപ്പോൾ സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടാൻ വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ വിളിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും അമേരിക്ക കൂടി ഇടപെട്ടാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക നേരിട്ട് ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ മിലിറ്ററി പ്രസൻസ് ഇറാഖിലടക്കം പല രാജ്യങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇറാനടുത്തേക്ക് വരാനുള്ള സാധ്യതയും കൂടിയിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനോട് 6 തവണ ചർച്ച നടത്തി, ആണവ കാര്യത്തിൽ കരാർ വേണമെന്ന് പറഞ്ഞു, നടന്നില്ല. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ അടിക്കരുതെന്ന് മാത്രമാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. പക്ഷേ യുദ്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല. അതുകൊണ്ട് അമേരിക്ക ഇടപെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ റഷ്യ നോക്കിയിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം റഷ്യക്ക് യുക്രൈൻ യുദ്ധത്തിൽ SKN ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ നൽകുന്നത് ഷഹേദ് ഡ്രോൺസ്, അത് ഇറാനാണ്. ഇറാൻ്റെ പ്രസിഡന്റിനെ, പഴയ പ്രസിഡന്റ് ഇബ്രാഹിമിനെ കാണാൻ യുദ്ധസമയത്ത് ഒറ്റ ദിവസത്തെ മിന്നൽ യാത്ര നടത്തി പുടിൻ. അപ്പോൾ ആ തരത്തിൽ ഇറാനുമായിട്ട് വലിയൊരു സൈനിക സഖ്യം തന്നെ റഷ്യയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ വീണ്ടും ഒരു 3ാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. SKN. PP ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.